ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിടുന്നത് കേട്ടോ. നിലവിൽ നമുക്കതിനകത്ത് പറഞ്ഞേക്കുന്നത് ജനറലായിട്ട് സർവീസ്, സെൽഫ് ചെക്ക് ചെയ്യണം, എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം, എയർ ചെക്ക് ചെയ്യുക, ബ്രേക്ക് ചെക്ക് ചെയ്യുക. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, ഹീറോൻ്റെ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ ഇട്ടാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് പുതിയ ലൈനർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ സ്പോക്കറ്റ് ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ വീൽ ബെയറിങ്ങും ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ടയർ അത്യാവശ്യം കുറച്ചും കൂടി ഓടാനുണ്ട്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ചെയിൻ ചെറിയ ലൂസ് ഉണ്ടാകും, നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റിയിടണം കേട്ടോ. കാരണം എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ടൈമാണ്. അതുകൊണ്ടോ ഈ രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അത് ശരിക്കും ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴും നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ പ്ലഗും മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. 10,000 കിലോമീറ്ററാണ് ശരിക്കും ഓടാൻ പാടുള്ളൂ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ചിൻ്റെ ടൈമാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്കത് യൂസ് ചെയ്യാം. ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഇടാതെ നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. വീൽ ബെയറിങ് ചെക്ക് ചെയ്തു, വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ കേസ് പറഞ്ഞു, പ്ലഗ് നമ്മൾ മാറ്റുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ശരിക്കും ബാറ്ററി ഓൾറെഡി ചാർജിലിട്ടിട്ടും കിട്ടുന്നില്ല. ഈ 2022 ബാറ്ററിയാണ് വണ്ടിയും വെച്ചേക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ടിൻ്റെ 5 ആമ്പിയർ ബാറ്ററി നമുക്ക് വണ്ടിയും ഇരിക്കണേ. ഞാനായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി 12.4 റേഞ്ചിലേക്ക് വോൾട്ട് കയറി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ വോൾട്ട് പോകണുണ്ട്, 5 വോൾട്ടിലേക്ക് പോവാം. 8.5 വോൾട്ടിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലയിൻ്റാണ്. 8.5 വോൾട്ടാണ് ശരിക്കും അതിൻ്റെ മാക്സിമം താഴേക്ക് 8.5 വോൾട്ട് വന്നാൽ തന്നെ കംപ്ലയിൻ്റാണ്. ആ സ്ഥാനത്താണ് നമുക്ക് 5 വോൾട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കണം കേട്ടോ, എന്നാലാണ് അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, നമ്മളിപ്പോൾ ഈ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ബാറ്ററി അടക്കം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.